ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ, അതായത് അബോവ് 4 മീറ്റർ കാറ്റഗറിയിലുള്ള SUVസിൻ്റെ സെഗ്മെൻറ്റിൽ ഇഷ്ടംപോലെ വണ്ടികൾ ഇപ്പോൾ കാണുന്നുണ്ട്. പുതിയ സിയറ ആദ്യം കണ്ടു, അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയ ജനറേഷൻ സെൽട്ടോസ് കണ്ടു. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് കാലം മുന്നേ റെനോ അവരുടെ പുതിയ ഡസ്റ്ററും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന ജാനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിവസത്തിനന്നാണ് ഈ വണ്ടിയും അവർ അൺവെയിൽ ചെയ്യാൻ പോകുന്നത്. ലോഞ്ചാണോ അൺവെയിൽ ആണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ എന്തായാലും നമുക്ക് അന്ന് വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും, ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഏതായാലും അതിന് മുന്നേ ഇപ്പോൾ റെനോ നല്ല തകൃതിയായിട്ട് തന്നെ ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ലേറ്റസ്റ്റ് ഇമേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഇൻ്റർനാഷണൽ മോഡൽ വെച്ച് എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റില്ല. അതായത് LED ലൈറ്റ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു സിലവറ്റ്, അതായത് ഡിസൈൻ ആയിക്കോട്ടെ, ഭയങ്കര ബോക്സി ഷേപ്പിൽ തന്നെയാണ് വരുന്നത്. സിയറയുടെ അത്രയും ബോക്സി അല്ല, അത്രയും ഹൈറ്റും ഇതിനില്ല. പക്ഷെ എന്നാലും സെൽട്ടോസ് നമ്മുടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ക്രെറ്റയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, പഴയ ഡസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിലും കുറച്ചും കൂടെ ബോക്സി ആയിട്ടുള്ളൊരു ഡിസൈനിൽ തന്നെയാണ് ഈ വണ്ടി വരുന്നത്. ഞാൻ പുതിയ സെൽട്ടോസ് എന്ന് പറയുന്നത്, പക്ഷേ പുതിയ സെൽട്ടോസും ഭയങ്കര ബോക്സി ആണല്ലോ. ഇപ്പോൾ വരുന്ന വണ്ടികളെല്ലാം ഭയങ്കര ബോക്സിയാണ്. ഫ്രണ്ടിലത്തെ ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ റിയൽ വണ്ടി കാണിച്ചായിരുന്നു, നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. സൈഡ് ഡിസൈൻ നോക്കുകയാണെങ്കിലും ഇപ്പോൾ ക്യാമഫ്ലാജ് ഇട്ടാണ് വണ്ടി ടെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് അലോയ്സ് കാണാം. അലോയ്സ് അവർ ഇൻ്റർനാഷണലി കൊടുക്കുന്ന സെയിം അലോയ്സ് തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. ഇൻ്റർനാഷണലി നമുക്ക് ഡ്യുവൽ ടോൺ, അതായത് ഒരു ഡയമണ്ട് കട്ട് ഫിനിഷ് ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിയിൽ ബ്ലാക്ക് അലോയ്സ് ആണെന്നേ ഉള്ളൂ. മിക്കവാറും നമുക്ക് ഡ്യുവൽ ടോൺ തന്നെ കിട്ടും, അല്ലെങ്കിൽ പിന്നെ ഇവർ എന്തെങ്കിലും ഒരു മിഡിൽ വേരിയൻറ്റിലൊക്കെ ബ്ലാക്ക് ആയിട്ട് കൊടുക്കുന്ന വല്ലതും ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്, ഇതിപ്പം റീസെൻ്റ്ലി സ്പോട്ട് ചെയ്തിരിക്കുന്ന സ്പോട്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഇതിൻ്റെ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം 360° ക്യാമറയാണ്. അത് ഡ്രൈവറിൽ നമ്മുടെ മറ്റേ മാഗ്നൈറ്റിലും ഗൈഗറിലൊക്കെ വരുന്നത് അത്രയും ചീപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ഫീച്ചർ ആയിരിക്കും. മറ്റേതിനകത്ത് അവർ ആ ഒരു പ്രൈസ് കൺസ്ട്രെയിൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡീസൻറ്റ് ക്യാമറയാണ് കൊടുത്തത്. ഈ വണ്ടി പക്ഷേ സെഗ്മെൻ്റൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ നല്ല പ്രീമിയം ക്യാമറയാണ് കൊടുക്കേണ്ടത്. അപ്പം ടാറ്റയുടെ ക്യാമറ ആയിക്കോട്ടെ, ഹ്യുണ്ടായി ആയിക്കോട്ടെ, കിയ ആയിക്കോട്ടെ, എല്ലാവരുടെയും നല്ല കിഡിലൻ 360° ക്യാമറയാണ്. നമുക്കെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാനും പറ്റും. അപ്പോൾ ഇവരുടെ അത് മാഗ്നൈറ്റിലൊക്കെ വരുന്ന സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും വളരെ നല്ലതാണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ബാക്കിലത്തെ ഡോർ ഹാൻഡിൽസ് ആണ്. അതിപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് പറയുന്ന കാര്യമാണ്. അത് C-പില്ലർ മൗണ്ടഡാണ്, അല്ലാതെ നമ്മുടെ നോർമൽ പൊസിഷനിലല്ല. ഇതിനകത്ത് പിന്നെ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ഇല്ല. ഇപ്പോൾ വരുന്ന പുതിയ വണ്ടികൾ എല്ലാത്തിനും ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ആണ്. ഞാൻ അതിൻ്റെ ഒരു വലിയ ഫാനല്ല, അൺലെസ് ആൻഡ് അണ്ടിൽ അത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ നമ്മൾ തന്നെ കൈ കുത്തിപ്പിടിച്ച് തുറക്കാമെന്ന് പറഞ്ഞാൽ മിക്ക വണ്ടികളിലും ഓട്ടോമാറ്റിക് ഡോർ ഹാൻഡിൽസ് ഫ്ലഷ് ഫിറ്റിംഗ് വരുന്ന ടോപ്പ് ആൻഡ് വേരിയൻസിൽ മാത്രമേ ഉള്ളൂ. താഴത്തെ വേരിയൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ കൈ ഇങ്ങനെ അകത്തോട്ട് തുളച്ച് പിടിച്ച് കയറ്റി തുറക്കണം. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നോർമൽ കേസിൽ തുറക്കാൻ. അതിരുന്നാലേ നോർമൽ ഡോർ ഹാൻഡിൽസ് തന്നെയാണ്. എനിവേ, ഇനി റിയർ ഡിസൈനൊക്കെ എടുക്കുകയാണെങ്കിലും ആകെപ്പാട് ചെറിയ പീസ് അതിനകത്ത് കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ സ്പോട്ടർ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ വണ്ടിയിൽ പവർ ടെയിൽ ഗേറ്റ് ഉണ്ട്. അത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇപ്പോൾ നമുക്കാകെ സിയറിൽ മാത്രമേ കിട്ടുന്നുള്ളത്. ബാക്കി വണ്ടികളിലൊന്നും ഈ സെഗ്മെൻറ്റിൽ പവർ ടെയിൽ ഗേറ്റ് വരുന്നില്ല, അതായത് തന്നെ തുറന്നു വരുന്ന ടെയിൽ ഗേറ്റ് ഇല്ല. ഈവൻ ഈ റീസെൻ്റ്ലി വന്ന സെൽട്ടോസിലാണെങ്കിൽ പോലും ആ ഒരു ഫീച്ചർ അവൈലബിൾ അല്ല. സോ അതെന്തായാലും നല്ലൊരു ഫീച്ചറാണ് അവരിതിനകത്ത് കൊടുക്കുകയാണെങ്കിൽ. പിന്നെ നമുക്ക് ഇൻറ്റീരിയർ അങ്ങനെ ഒരുപാട് സ്പൈഷ്യൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും എക്സ്റ്റീരിയർ പോലെ തന്നെ നമുക്ക് ഇൻറ്റീരിയറും പുറത്തു വരുന്ന വണ്ടിയായിട്ട് വളരെ സിമിലർ ആയിരിക്കും എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഡിസൈൻ നോക്കാനാണെങ്കിൽ ഇതിപ്പോൾ ഇൻ്റർനാഷണലി വരുന്ന ഡസ്റ്ററിൻ്റെ ഡിസൈനാണ്, പക്ഷേ ഇതിലും കുറച്ചും കൂടെ വ്യത്യസ്തമായിരിക്കും നമ്മുടെ ഡിസൈൻ എന്നാണ് പറയുന്നത്. അതായത് കുറച്ചും കൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് അവർ കൊടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ HUD ആണ് അതിൻ്റെ അകത്ത് ഒരെണ്ണം പറയുന്നത്. പിന്നെ പവേർഡ് ഡ്രൈവർ സീറ്റ്സ് അത് പറയുന്നുണ്ട്. മെമ്മറി ഫംഗ്ഷൻ ഉണ്ടാവും എന്നും പറയുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സാണ്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. 10.1 ഇഞ്ചാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ 8 ഇഞ്ചസിൻ്റെ ഒരു ക്ലസ്റ്റർ ഉണ്ട്. ഇത് ബേസിക്കലി ഡാഷ്യ ഡസ്റ്റർ ആയതുകൊണ്ട് ഡാഷ്യയുടെ കുറച്ച് ഇൻറ്റീരിയേഴ്സ് നിങ്ങൾ കാണും. കാരണം റെനോ എന്ന് പറയുന്ന ഡാഷ്യയുടെ ഡസ്റ്റർ എടുത്ത് റീവാഡ് ചെയ്താണ് പണ്ടും ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരുന്നത്. ഒറിജിനലി ഡാഷ്യയാണ് ഈ വണ്ടി ഉണ്ടാക്കുന്നത്. അങ്ങനെ തന്നെ നമുക്ക് കുറേ ഡാഷ്യയുടെ വണ്ടികൾ കിട്ടിയിട്ടുണ്ട്. ഡാഷ്യ സ്പ്രിംഗ് EV ആണ് ക്വിഡ്. പിന്നെ മറ്റേ സംഭവം, അതായത് ലോഡ്ജി ഡാഷ്യയുടെ ഏത് വണ്ടിയായിരുന്നു, എൻ്റെ പേര് മറന്നുപോയി. ഇനി വീണ്ടും ഇന്ത്യൻ സ്പെക് വണ്ടിയിൽ നമ്മുടെ സ്പോട്ടർ പറയുന്ന അനുസരിച്ച് ഇതിനകത്ത് ഓൾ ബ്ലാക്ക് ഇൻറ്റീരിയേഴ്സ് തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഗ്രീൻ കളറിലുള്ള സ്റ്റിച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് സീറ്റ്സിലും ഡാഷ്ബോർഡിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട്. സോ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ആയിരിക്കും വരുന്നത്. ഡ്യുവൽ ടോൺ ആയിരിക്കില്ല, ഓർ അറ്റ്ലീസ്റ്റ് പുള്ളി കണ്ട വണ്ടി ഡ്യുവൽ ടോൺ അല്ല. അപ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണെന്നാണ് നമ്മുടെ സ്പോട്ടർ പറഞ്ഞത്. അതായത് ഈ വണ്ടി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ടെസ്റ്റിങ്ങിൽ കണ്ട ആ ഒരു ആൾ പറഞ്ഞത്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ, വേറെ റഷ് ലൈനിലും ഓട്ടോക്കാർ എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റഡ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ചെക്ക് ചെയ്യാം. ഇതാണ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് മെയിനായിട്ട് വരുന്നത്. എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് നമുക്ക് ഡ്യുവൽ സോൺ AC പറയാൻ പറ്റും. പിന്നെ അതുപോലെ കുറച്ചൊക്കെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഡാഷ്ബോർഡിലും എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഭയങ്കര റഗഡ് ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് ഗ്ലോബിലുള്ള വണ്ടിയിൽ. നമുക്കിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ കിട്ടുന്ന വണ്ടികൾ, ഇപ്പോൾ സിയറ ആണെങ്കിലും പുതിയ സെൽട്ടോസ് ആണെങ്കിലും ഓർ എക്സിസ്റ്റിംഗ് ക്രെറ്റ ആയിക്കോട്ടെ, ഈവൻ MG ആസ്റ്റർ ആയിക്കോട്ടെ, എല്ലാത്തിനും ഇൻറ്റീരിയേഴ്സ് ഭയങ്കര സോഫ്റ്റ് ആൻഡ് നല്ലൊരു പ്രീമിയം ഫീലുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്.
ഈ വണ്ടിയുടെ പക്ഷേ ഇൻ്റർനാഷണലി വരുന്ന മോഡൽസിൽ അങ്ങനെയല്ല. അതുകൊണ്ടാണ് നമുക്ക് കുറച്ചും കൂടെ പ്രീമിയം ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽസ് കിട്ടും എന്ന് പറയാനുള്ള കാരണം. സീറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ ഒന്നും ഡിസൈനിൽ വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. വെന്റിലേറ്റഡ് സീറ്റ്സ് നമുക്ക് ഇന്ത്യയിൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് ഫ്രണ്ടിൽ. അങ്ങനെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളാണ്. പിന്നെ ബാക്കിൽ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ്, 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ്. ഈ വണ്ടിയിൽ ബാക്കിൽ ആംബ്രസ്റ്റ് ഇല്ല, പക്ഷേ അത് നമുക്ക് ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും കിട്ടും. അതുപോലെ തന്നെ ബാക്കിൽ AC വെൻസ്. പിന്നെ പാനറോമിക് സൺറൂഫ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം. അത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലതായിരുന്നു. സിംഗിൾ പെയിൻ സൺറൂഫ് ആണ് ഇതിനകത്ത് നോർമലി ഉള്ളത്. എനിവേ അതൊക്കെയാണ് റെസ്റ്ററിൻ്റെ കാര്യം. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇതുവരെ റെനോയോ നിസാൻ എന്ന് പറയുമ്പോൾ നിസാൻ ടെക്ട്രോൺ ഈ സെയിം വണ്ടി ബേസ്ഡ് ആണ്. അതവർ ഓൾറെഡി ചെറുതായിട്ടൊന്ന് അൺവെയിൽ ചെയ്തായിരുന്നു. വലുതായിട്ട് കാണിച്ചിട്ടില്ല, ഇൻറ്റീരിയർ അങ്ങനെ വലുതായിട്ടൊന്നും കാണിച്ചിട്ടില്ല. പക്ഷേ എന്നാലും അതിൻ്റെ പവർ ട്രെയിൻ ഓപ്ഷൻസ് അവർ പറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഈ വണ്ടിയിൽ ഇപ്പോൾ ടെസ്റ്റിംഗ് മോഡൽ, അതായത് കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു ടെസ്റ്റ് മോഡൽ ഇവരുടെ 1.3 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനായിരുന്നു അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതെന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ ടെസ്റ്ററിലും കിക്സിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സെയിം എഞ്ചിനാണ് 2020 കഴിഞ്ഞ്. പിന്നെ ഈ 1.3 ടർബോ എന്ന് പറയുമ്പം പവറിൻ്റെ കാര്യത്തിൽ അത്ര മോശമൊന്നുമല്ല. 156 bhp ഉണ്ട്. അതുപോലെ 255 ന്യൂട്ടൺ മീറ്റേഴ്സിന് അടുത്തെന്തോ ടോർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടിരിക്കുന്ന മോഡൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് അവർ വെച്ച് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് ഇതിൻ്റെ അകത്ത് അവർ CVT ആണ് കൊടുത്തുകൊണ്ടിരുന്നത്. 7 സ്റ്റെപ്പ് CVT ആയിരുന്നു തോന്നുന്നു, എക്സ്ട്രോണിക്. പക്ഷെ അത് ഇനിയും കണ്ടിന്യൂ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. ടർബോ പെട്രോളിൻ്റെ കൂടെ CVT വരുമ്പോൾ പൊതുവെ അത് അത്യാവശ്യം നല്ല കോമ്പിനേഷനാണ്. നമുക്ക് പവറിൻ്റെ കാര്യത്തിലൊന്നും അധികം കുറവെന്തായാലും ഫീൽ ചെയ്യില്ല. പിന്നെ ഈ 1.3 ടർബോ ആണ് മെർസിഡീസിൻ്റെ A ക്ലാസ്സിലൊക്കെ അവർ ഇൻ്റർനാഷണലി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് അന്ന് വന്നപ്പോൾ ഡസ്റ്ററും കിക്സും രണ്ടും കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയതുകൊണ്ട് അധികം ആൾക്കാരൊന്നും വാങ്ങിയില്ല. പക്ഷേ ഇന്നിപ്പോൾ വരുമ്പം കുറച്ചും കൂടെ ആൾക്കാർ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം പൊതുവെ ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ടർബോ പെട്രോൾ ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഒരു എൻട്രി ലെവൽ മോഡൽ ഏത് എഞ്ചിനായിരിക്കും വരുന്നതെന്ന് അവരിപ്പോഴും പറഞ്ഞിട്ടില്ല. നമുക്ക് പണ്ടുണ്ടായിരുന്നൊരു 1.5 തന്നെ ഉണ്ട്, അത് കൊടുക്കുമെന്ന് അറിയില്ല. പിന്നെ പറയാൻ പറ്റുന്ന മാഗ്നൈറ്റിലും കൈഗറിലും ഒക്കെയുള്ള 1 ലിറ്റർ ടർബോ ആണ്. അത് ഇതിനകത്ത് കൊടുക്കാനാണെങ്കിൽ കുറച്ചും കൂടെ ട്വീക്ക് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. കാരണം മറ്റേ വണ്ടികളിൽ ജസ്റ്റ് 100 bhp 160 Nm ടോർക്കും ഒക്കെ വരുന്നുള്ളൂ. അത് ഈ സൈസുള്ള കുറച്ചും കൂടെ വലുപ്പമുള്ളൊരു വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്ര ആപ്റ്റ് ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് അത് ഒരു 120 അല്ലെങ്കിൽ 110 bhp ഓർ ഇച്ചിരി കൂടെ ടോർക്ക് കൂട്ടി ഒന്ന് ഈസി റീമാപ്പൊക്കെ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതാണ് അവർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് CVT തന്നെയാണ് വരുന്നത്. സോ ഈ ഒരു CVT അല്ലാതെ ഇനിയിപ്പോൾ ബാക്കി കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഉണ്ട് ACൻ്റെ. മിക്ക കമ്പനികളും ആ ഒരു ഗിയർ ബോക്സ് ആണ് ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ആക്ച്വലി നല്ലതാണ്. കാരണം CVT ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഡ്രൈവിംഗ് ഫീലിൽ കിട്ടും. പക്ഷെ അതത്ര ഫാസ്റ്റ് ഗിയർ ബോക്സ് ഒന്നും അല്ല. ഇപ്പോൾ പുതിയ വന്ന സിയറയിലാണെങ്കിലും ടർബോ പെട്രോൾ അതൊരു ഇത്തിരി സ്ലോ ആണ്. ഹ്യുണ്ടായി അല്ലെങ്കിൽ ഫോക്സ്വാഗനൊക്കെ കൊടുക്കുന്ന ആ സെഗ്മെൻറ്റിലെ ടർബോ പെട്രോൾ DSG DCT ഒക്കെ അതിനൊക്കെ മച്ച് ഫാസ്റ്ററാണ് ഷിഫ്റ്റ്സിൻ്റെ കാര്യത്തിൽ. സോ അതൊരു പ്രശ്നമാണ്. എന്തായാലും ഇവരിന് എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം. ഇനീഷ്യലി ഏതായാലും ഹൈബ്രിഡ് വരില്ല. ഇവരുടെ ഹൈബ്രിഡ് ഇപ്പോൾ ഡെവലപ്മെൻറ്റിലാണ്. പക്ഷേ അത് എന്ന് വരും എന്നുള്ള കാര്യം അവർ കൺഫേം ചെയ്തിട്ടില്ല. ലേറ്റർ സ്റ്റേജിൽ ഹൈബ്രിഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ ആകെപ്പാട് ഗ്രാൻഡ് വിറ്റാറിലും അതുപോലെ ഹൈറൈഡറിലും പിന്നെ വിക്ടോറിയസിലും മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മഹീന്ദ്ര ഹൈബ്രിഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഹ്യുണ്ടായി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഹ്യുണ്ടായി എന്ന് പറയുമ്പോൾ ഹ്യുണ്ടായി K രണ്ടും ഉണ്ട്. സെൽട്ടോസിനും ക്രെറ്റയിലൊക്കെ ലേറ്റസ്റ്റ് സ്റ്റേജിൽ ഹൈബ്രിഡ് വരുന്നതിനെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫോക്സ്വാഗൻ ഗ്രൂപ്പ് ഇന്ത്യയിൽ ഹൈബ്രിഡ് കൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഹൈബ്രിഡാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എപ്പോൾ വരും എന്നുള്ള കാര്യമാണ് ആരും പറയാത്തത്. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായം? നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഈ സെയിം സെഗ്മെൻറ്റിലുള്ള വണ്ടികളായിട്ട് നോക്കുമ്പം എന്തായിരിക്കും ഇതിൻ്റെ സ്റ്റാൻഡ് എന്നുള്ളതൊക്കെ നിങ്ങൾ തീർച്ചയായും കമൻസിൽ പറയുക. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ടും ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.